Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ ചായക്കട ചേട്ടാ ഇനിയും കഴിക്കാൻ വല്ലതും കിട്ടുമോ? അതെ, കഴിഞ്ഞ 4 മണിക്കൂറായി നിങ്ങൾ ചായ തന്നെ കുടിച്ചോണ്ടിരിക്കുക. ഇനി ഇവിടെ ഒന്നുമില്ല നിങ്ങൾക്ക് തരാനായിട്ട്. ആദ്യം തരാനുള്ള പൈസയും കൊണ്ടെടുക്ക. ചങ്ക, ഞങ്ങള് കാശ് തരാതിരിക്കോ? ഈ കാശ് കൊണ്ട് ഞങ്ങൾ എവിടെ പോവാനാ? ഞങ്ങള് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ഇവിടെ ഇരുന്നതല്ലേ, അല്ലാതെ വേറൊന്നുമില്ല. തന്റെ പ്രശ്നം എന്താ? ഞങ്ങൾ ഇവിടെ വരുന്നത് കൊണ്ട് തനിക്കല്ലടോ നേട്ടം. ഇപ്പോഴൊക്കെ ടൈം പാസിന് വേണ്ടി ജനങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്ന യാതൊരു പിടിയില്ല. നമ്മൾ തന്നെ കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ വന്ന് വെറുതെ ഇരിക്കുക. ഡോക്ടർ ചട്ക, നമുക്ക് നേരം പോകാൻ വേണ്ടി മീൻ പിടിക്കാൻ പോയാലോ? എപ്പ നോക്കിയാലും മീൻ പിടിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്. വെറുതെ ചൂണ്ടലിട്ടുകൊണ്ട് അവിടെ ഇരിക്കണം. മീനൊന്നും കിട്ടിയില്ലെങ്കിൽ മിണ്ടാതെ വീട്ടിലേക്ക് വരും. ആ പരിപാടി അതിനേക്കാളും വലിയ ബോറിംഗ് ആന്നേ. വരൂ, നമുക്ക് കവണ വെച്ച് അടിച്ചു കളിക്കാം. അടിപൊളി. ആരാത്? ആരാ എന്റെ തലയിൽ കലർന്നത്? ബോക്സറേട്ടാ, സോറി. ഞാൻ ഗസീട്ടാറാമിന് വേണ്ടി സോറി ചോദിക്കുന്നു. അയാള് നിങ്ങളെ ആയിരുന്നില്ല ഉന്നം വെച്ചത്. സത്യത്തിൽ അയാൾ ഉന്നം വെച്ചത് ആ ബോട്ടിലിനെ ആയിരുന്നു. പക്ഷെ അത് സത്യത്തിൽ ഉന്നം തെറ്റിപ്പോയതാ. പൊളിച്ചെടുത്തല്ലോ. മോട്ടു നീന്ത എന്നെ വെറുതെ കൊടുക്കാൻ നോക്കുന്നത്. ബോക്സറേട്ട എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞോ? ഒരു വിരോധവുമില്ല, സാരമില്ല. കണ്ടില്ലേ, ബോക്സർ ചേട്ടൻ പറഞ്ഞത് കുഴപ്പമില്ലെന്ന്. ഇറ്റ്സ് ഓക്കെ. ഇനി പേടിക്കേണ്ട ഗസീട്ടാറാമേ, അയാൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ഗസിത്താറാം, ഞാൻ നിന്നെ ഉന്നം പഠിപ്പിക്കാം. വരൂ, നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യാം. പറയൂ മോട്ടു, ഞാൻ പഠിപ്പിച്ചോട്ടെ? പിന്നല്ലാണ്ട് ഇയാള് നിങ്ങളടുത്തൊന്ന് പഠിച്ചാ പിന്നെ ഒരിക്കലും ഇയാളുടെ ഉന്നം തെറ്റില്ല. നോക്കൂ, ഇങ്ങനെയാണ് ഉന്നം പിടിക്കേണ്ടത്. എന്നെ പൊട്ടനാക്കാൻ ശ്രമിക്കായിരുന്നല്ലേ? അവനായിരിക്കും കല്ലെറിഞ്ഞത്. എന്നിട്ട് കുറ്റം എന്റെ മേൽ ചാർത്തിയിരിക്കുക. വേണ്ട ബോക്സർ ചേട്ടാ, സോറി. തെറ്റ് സംഭവിച്ചു പോയി. എന്റെ 10 രൂപ രക്ഷിക്കൂ. ബോക്സറേട്ടാ, എന്റെ സുഹൃത്തിനെ വെറുതെ വിട്, അല്ലെങ്കിൽ വിവരം അറിയും. ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ എന്റെ അവസ്ഥ? തൂങ്ങിക്കിടക്കുന്ന വെവ്വാലിനെ പോലെയായി. സോറി. ഇനി എന്തെങ്കിലും എന്റെ നേരെ കല്ലെറിയോ? അതെ, അവരറിയാതെ ചെയ്തു പോയൊരു തെറ്റല്ലേ ബോക്സറേട്ടാ. അവരൊന്ന് ക്ഷമിച്ചോണേ. ഓ, അപ്പൊ നീയും അവരുടെ സൈഡാണല്ലേ? ഡോക്ടർ ചട്ടുക്ക, ഹെൽപ്പ്! നിങ്ങൾ വേണം ഞങ്ങളെ സഹായിക്കാൻ. നിങ്ങളോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. ബോക്സറേട്ടനോട് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് താഴെ ഇറക്കാൻ പറയൂ. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ഇല്ല ബോക്സറെ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ അവരെ എന്ത് വേണമെങ്കിലും ചെയ്തോ, കാരണം അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെ ആയിരുന്നില്ലേ? നിങ്ങൾ എന്ത് തരം സുഹൃത്താണോ? അവരവിടെ തല്ലുകൊള്ളുന്നു, നീ അത് നോക്കി നിൽക്കുകയാണോ? എന്നിട്ട് വീണ്ടും തല്ലാൻ പറയാണോ? അത് നോക്ക്, ആ ബോക്സർ അവരെ എത്രയാ കഷ്ടപ്പെടുത്തുന്നത്. വായു, നമുക്ക് അവനൊരു പാഠം പഠിപ്പിക്കാം. വേണ്ട, രക്ഷിക്കൂ. ആരാണ് നിങ്ങൾ ഇങ്ങനെ തല കീഴായി കെട്ടി തൂക്കിയത്? എന്റെ കൂട്ടുകാർക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ആരാണ്? പറയൂ. ഈ ചിങ്കം അവനെ വെറുതെ വിടില്ല. ഇന്ത്യൻ നിയമമാണ് സത്യം, അവനെ വെറുതെ വിടില്ല. ഇവരെ നമ്മൾ സഹായിക്കാന്ന് വിചാരിച്ചാൽ ഇവർ നമ്മുടെ തേൻകൂട് കൊണ്ടുപോകാനാ ശ്രമിക്കുന്നത്. ഇവരെ നമ്മൾ വെറുതെ വിടരുത്. ഇങ്ങനൊരു അവസ്ഥ നമുക്കുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. നിങ്ങൾക്ക് നേരം പോണെങ്കിൽ വരൂ, ബഞ്ചി ജമ്പിങ് ചെയ്യാം നമുക്ക്.
അതെ അതെ, ബഞ്ചി ജമ്പിങ് ഞാൻ വളരെ നന്നായിട്ട് ചെയ്യും. ആ ഇത് നല്ല കളി തന്നെയാ. ഇതില് യാതൊരു റിസ്കും ഇല്ല. സന്തോഷം അൺലിമിറ്റഡ് ആയിരിക്കും. വരൂ, ആദ്യം ആരാണ് തുടങ്ങേണ്ടത്? എനിക്ക് പേടിയായിട്ട് വയ്യ, ഞാനിതിൽ പങ്കുകൊള്ളില്ല. ആ അതെ വരൂന്നേ, ഞാൻ കാണിച്ചു തരാം ഈ ജമ്പിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ദേ ഇതുപോലെ ഇങ്ങനെ ചങ്ങല കാലിൽ കെട്ടിയിട്ട് വേണം ജമ്പ് ചെയ്യാൻ. ജമ്പ് ചെയ്യാൻ വേണ്ടി ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ ദേ ഇങ്ങനെ ഒരൊറ്റ തള്ളു കൊടുത്താൽ മതി. കലക്കി, എന്തൊരു ജമ്പിംഗ് ആയിരുന്നു അത്. ഫാന്റാസ്റ്റിക്. പത്രു, നീ ഇവനെ കറക്റ്റ് ആയിട്ടാണ് തള്ളിയത്. അതുകൊണ്ടാണ് മോട്ടു താഴേക്ക് പോയി തിരിച്ചു വന്നത്. അടിപൊളി. ഇപ്പൊ കണ്ടില്ലേ എന്ത് രസമുണ്ടായിരുന്നെന്ന്. ഇപ്പൊ ഗസീറ്ററാമേ നിങ്ങളുടെ ഊഴമാണ്. നിങ്ങളും ഡോക്ടർ ജഡ്കയുടെ കൂടെ ജമ്പ് ചെയ്തോ, യാതൊരു പേടിയുണ്ടാവില്ല. ഓയ് പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാനിങ്ങനെ ജമ്പ് ചെയ്യാനൊന്നുമില്ല. ഇത് കണ്ടിട്ട് ഭയങ്കര റിസ്ക് ആണെന്നാ തോന്നുന്നത്. Why fear when Chingam is here? നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ നിന്നോളൂ, ഞാൻ നിങ്ങളെ പറഞ്ഞു വിടാം. ആ. ഇനി രണ്ടാളും താഴേക്ക് നോക്കൂ. ചിങ്കം സാറേ, ഇത് അവരുടെ കാലിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓ നോ, അവരെ പിടിക്കൂ, വേഗം ചെല്ല്. ആ കളി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ചങ്കളെ. അതുകൊണ്ട് നമുക്ക് എന്റെ കാറ് കൊണ്ട് സ്കൈ ഡൈവിംഗ് ചെയ്യാം. എന്തു സ്കൈ പറയുന്നു? ഡൈവിംഗ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിന് നീ സ്കൈ ഡൈവിംഗ് എന്നത് കേട്ടിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെ ഇഷ്ടമെന്ന് പറയുന്നേ? സ്കൈ ഡ്രൈവിംഗ് വളരെ ഈസിയാണ്. ഓരോരുത്തരായിട്ട് പാരച്യൂട്ട് എടുത്തോണ്ട് പോകണം. എന്നിട്ട് ഞാൻ പറയുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് പതുക്കെ നിങ്ങൾ താഴേക്ക് വന്നാ മതി. ഞങ്ങളുടെ പോലീസ് ട്രെയിനിങ്ങിൽ ഞാൻ ഒരുപാട് സ്കൈ ഡ്രൈവിംഗ് ചെയ്തിട്ടുണ്ട്. ഏയ്, വേറെ വല്ലവിടെയും പോയി ടൈം പാസ് ചെയ്യാൻ നോക്ക്. അതിനുള്ള സ്ഥലം ഇതല്ല. ഇവിടെ ഇരുന്ന് ചായ കുടിക്ക്. നല്ല ചൂട് സമോസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമൂസ പാക്ക് ചെയ്തോളൂ, ഞങ്ങൾ സ്കൈ ഡൈവിംഗ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ, എല്ലാവരും ഓരോ ബാഗ് എടുത്ത് വെച്ചോ. എന്റെ വലിയേട്ടാ, ഈ ബാഗിനും സ്കൈ ഡൈവിങ്ങിനും എന്താണ് ബന്ധം? ഈ ബാഗ് ആയിരിക്കും നമുക്ക് സഹായകരമാവുക. എനിക്ക് പേടിയായിട്ട് വയ്യ. നിനക്ക് എന്നോടൊപ്പം കൂടാം. കണ്ടോ, ആകാശത്തിൽ ഇങ്ങനെ പക്ഷികളെ പോലെ കൈ വിരിച്ച് പറക്കുന്നത് എന്തൊരു രസമുള്ള കാര്യമാണെന്ന്. കമോൺ ഡൈവ്. ഇനി തമ്മിൽ തമ്മിൽ നിങ്ങളുടെ കൈ പിടിക്കൂ, എന്നിട്ടൊരു വട്ടം ഉണ്ടാക്കാം. പിടിച്ചോ. വാവ്, എന്തൊരു രസല്ലേ. പൊളിച്ചെടുത്തല്ലോ. ഞാൻ ഒരിക്കലും കരുതിയില്ല ഇത് ഇത്രയും സുഖമായിരിക്കും. ഞാൻ പറയുന്ന സമയത്ത് പാരഷൂട്ട് ഓപ്പൺ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ മുകളിലോട്ട് എങ്ങനെയാ പോവോ? നമ്മൾ മുകളിലേക്കല്ല, നേരെ താഴേക്കാണ് പോകേണ്ടത്. പക്ഷെ പാരച്യൂട്ട് തുറക്കണമെങ്കിൽ എനിക്ക് കാറിലേക്ക് പോണം, കാരണം എന്റെ പാരച്യൂട്ട് കാറിലാണ് ഉള്ളത്. നീ എന്തൊരു മനുഷ്യനാ? പാരാഷൂട്ട് അല്ലാതെ എന്തിനാ ചാടിയത്? ബാഗിൽ പാരാഷൂട്ട് അല്ലാതെ പിന്നെ എന്താ? അതിന് സമൂസയാണ്. പൊളിച്ചെടുത്തല്ലോ. ഇങ്ങോട്ടും സമോസ കൊണ്ടുവന്നിരിക്കാണോ? ചിങ്കം സാർ ഇനിയിപ്പോ എന്താ ചെയ്യാ? Why fear when Chingam is here? ചിങ്കം സാറ്, നിങ്ങൾ മാത്രം എങ്ങനെയാ മുകളിലേക്ക് പോവുക? നിങ്ങളുടെ പാരച്യൂട്ടും കാറിലല്ലേ ഉള്ളത്. നമ്മുടെ എല്ലാവരുടെയും പാരച്യൂട്ടുകൾ എന്റെ സമൂസയുടെ ബാഗിലാണ് ഉള്ളത്. എന്റെ അമ്മ, മോട്ടു പാരാഷൂട്ട് എവിടെയാണ്? അത് കാറിന്റെ ഡിക്കിയിലാണ് ഉള്ളത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഒച്ചട്ടാ മതി. എന്റെ അമ്മ,
രക്ഷിക്കണേ 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 മമ്മി രക്ഷിക്കണേ. ഹലോ ഡോക്ടർ ജഡ്ക, ഹെൽപ്പ്. പാരാഷൂട്ട് മുകളിൽ കാറിന്റെ ഡിക്കിയിലുണ്ട്. അതറിയാതെ സമൂസയുടെ ബാഗ് എടുത്തിട്ടാ ചാടിയത്. എന്റെ അച്ഛന്മാർ അമ്മച്ചേ, ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത്? ആ മോട്ട് കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മമ്മി രക്ഷിക്കണേ. എന്റെ അമ്മ. കണ്ണു തുറക്ക്. ആരാദ്യം എണീക്കുന്നുവോ അവർക്കായിരിക്കും ആദ്യത്തെ അടി. ഓൺ യുവർ മാർക്സ്, ഗെറ്റ് സെറ്റ്, ഗോ. നിൽക്കവിടെ. എല്ലാവരും കൂടെ എവിടെ പോവുക? ടൈം പാസ് ചെയ്യാൻ വേണ്ടി പോവാ. ഇരുന്നിരുന്ന് വല്ലാതെ മുഷിയുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.